കരുണേ ത്രിനേത്രേ പ്രണവസ്വരൂപിണി നമോസ്തു ഭൈരവി. വെള്ളായണി അമ്മ പാപ്പനംകോട് എത്തുമ്പോൾ വെള്ളായണി ദേവീക്ഷേത്രം എന്ന കേന്ദ്ര ചൈതന്യ ബിന്ദുവിൽ നിന്ന് 4-5 കിലോമീറ്റർ ഓരോ ദിക്കിലേക്കും ദേവി എഴുന്നള്ളുന്നു. ഈ സമയത്ത് ദേവി പ്രസരിപ്പിക്കുന്ന ആത്മീയ പ്രഭയും ഹൃദയങ്ങളുടെ ഐക്യബോധവും അപാരമാണ്. എഴുന്നള്ളത്തിന് രഥമോ ആനയോ കുതിരയോ ഒന്നുമില്ല. പട്ടുകൊണ്ടുള്ള അങ്കിമൂടിയ തിരുമുടി വാത്തിമാർ തോളിലേറ്റിയാണ് ഓരോ ദിക്കിലേക്കുമുള്ള സഞ്ചാരം. ശബരിമലയുടെ പൊരുളായ തത്വമസി പോലെ ദേവിയും ദാസനും ഒന്നാകുന്ന അവസ്ഥ. ദിക്കുബലിക്കളത്തിൽ നടക്കുന്ന കളങ്കാവൽ മൂത്തപാത്തിയുടെയോ ഇളയപാത്തിയുടെയോ തലയിലേറി ആയിരിക്കും. കിഴക്ക് പള്ളിച്ചലിലെയും തെക്ക് കല്ലിയൂരിലെയും ദിക്കുബലികളും അവിടുത്തെ നിറപറ പൂജകൾക്കും ശേഷമാണ് പടിഞ്ഞാറേ ദിക്കായ പാപ്പനംകോട്ടെ ദിക്കുബലി. കല്ലിയൂർ, പള്ളിച്ചൽ എന്നീ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലാണ് തെക്ക് കിഴക്ക് ദിക്കുബലികൾ നടക്കുന്നതെങ്കിൽ പാപ്പനംകോട് കോലിയക്കോട് ദിക്കുബലികളും നേമം കച്ചേരി നട എഴുന്നള്ളിപ്പും തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള പ്രദേശങ്ങളിലാണ്. വെള്ളായണി കാളിയൂട്ടുത്സവവും ദിക്കുബലി ഉത്സവവും എല്ലാ മതക്കാരും സ്വന്തം ആഘോഷമായി കണക്കാക്കുകയും എല്ലാ രീതിയിലും സഹകരിക്കുകയും ചെയ്യുന്നു. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ഓണാഘോഷ സന്ദേശവും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന മഹത്വചന സുഗന്ധവും പാപ്പനംകോട് കോലിയക്കോട് ദിക്കുബലികളിൽ പ്രകടമായി നമുക്ക് അനുഭവിക്കാം. ഓരോ ദിക്കുബലിക്കും ദേവി എത്തുന്നതിന് നിശ്ചിത വഴികളും വ്യവസ്ഥകളുമുണ്ട്. അത് തെറ്റിക്കാറില്ല. നിറപറ പൂജ നടക്കുന്ന പ്രദേശങ്ങൾക്കും ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. പാപ്പനംകോട് ദിക്കുബലിയുടെ പരിധിയിൽ കൈമനം, കരുമം, മേലാങ്കോട് പ്രദേശങ്ങൾ വരും. പണ്ടൊക്കെ സാമ്പത്തിക ഭദ്രതയുള്ളവരാണ് വീടുകളിൽ നിറപറ പൂജ നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോഴത് ജനകീയമായി മാറി. കുബേരനെയും കുചേലനെയും ഒരേപോലെ ദേവി അനുഗ്രഹിക്കുന്നു. ദേവി സ്വന്തം വീട്ടിലെത്തുന്ന വേളയിൽ ചില്ലറ സൗന്ദര്യ പിണക്കങ്ങളെല്ലാം ഓരോ കുടുംബാംഗങ്ങളും മറക്കുന്നു. ആ കുടുംബത്തിലെ ശാഖോപശാഖകളെല്ലാം ഭക്തിയിലും സ്നേഹത്തിലും പൂത്തുലയുന്നു. ആ സുഗന്ധത്തിനോളം വരില്ല മറ്റൊന്നും. അങ്ങനെ വെള്ളായണി ദേവി ലോകം തന്നെ തറവാട് എന്ന ആ പുരാണ സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കുന്നു. ഇതാണ് വെള്ളായണി കാളിയൂട്ട് ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ മാഹാത്മ്യം.